പറയാറില്ലേ, ഞാൻ ചെയ്തു കഴിഞ്ഞു എന്ന്. അതെങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. ആം ഡൺ. ഞാൻ ചെയ്തു കഴിഞ്ഞു. ആം ഡൺ. ഇനി നീ ചെയ്തു കഴിഞ്ഞു എന്നാണെങ്കിലോ, ആർ യു ഡൺ? നീ ചെയ്തു കഴിഞ്ഞോ? ആർ യു ഡൺ? ഞാൻ ആ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ആം ഡൺ വിത്ത് ദാറ്റ് റിപ്പോർട്ട്. ഞാൻ ആ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ആം ഡൺ വിത്ത് ദാറ്റ് റിപ്പോർട്ട്. ഇനി ഞാൻ അലക്കി കഴിഞ്ഞു എന്നാണെങ്കിലോ, ആം ഡൺ വിത്ത് വാഷിംഗ്. ഞാൻ അലക്കി കഴിഞ്ഞു. ആം ഡൺ വിത്ത് വാഷിംഗ്. ഇനി ക്ലീൻ ചെയ്തു കഴിഞ്ഞതാണെങ്കിലോ, ആം ഡൺ വിത്ത് ക്ലീനിങ്. ഇവിടെ നിങ്ങൾ കണ്ടോ, നമ്മള് വിത്തിന്റെ കൂടെ എന്ത് യൂസ് ചെയ്തു? വേർബിന്റെ ing ഫോം യൂസ് ചെയ്തു അല്ലെ? ഇതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞു എന്ന് പറയാൻ നമുക്ക് ഐ ഹാവ് ഫിനിഷ്ഡ് എന്നും പറയാട്ടോ. ഐ ഹാവ് ഫിനിഷ്ഡ് വാഷിംഗ്. ഞാൻ അലക്കി കഴിഞ്ഞു. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല? വിത്ത്. ഓക്കെ, ഐ ഹാവ് ഫിനിഷ്ഡ് വാഷിംഗ്. ഓക്കെ, ഇനി ഞാനിപ്പോ കഴിച്ചു കഴിഞ്ഞതേ ഉള്ളൂ എന്നെങ്ങനെയാ പറയാൻ നോക്കാം. ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് ഈറ്റിംഗ്. ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് ഈറ്റിംഗ്. ഇനി ചില ആളുകളുണ്ട്, ദേഷ്യം പിടിച്ച വായി തോന്നുന്നത് എന്തും വിളിച്ചു പറയും. അപ്പോ നിങ്ങള് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണേ എന്ന് എങ്ങനെയാ പറയാൻ നോക്കാം. മൈൻഡ് യുവർ വേർഡ്സ്, ഓർ യു ക്യാൻ സേ മൈൻഡ് യുവർ ടങ്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. മൈൻഡ് യുവർ വേർഡ്സ് ഓർ മൈൻഡ് യുവർ ടങ്. അതുപോലെ സൂക്ഷിച്ച് ചെയ്യണേ എന്ന് പറയാനും നമുക്ക് മൈൻഡ് യൂസ് ചെയ്യാം കേട്ടോ. മൈൻഡ് യുവർ സ്റ്റെപ്പ്. തട്ടി വീഴാതെ സൂക്ഷിച്ചു നടക്കണേ. മൈൻഡ് യുവർ സ്റ്റെപ്സ്. ഇനി തല മുട്ടാതെ സൂക്ഷിക്കണേന്നാണെങ്കിലോ, മൈൻഡ് യുവർ ഹെഡ്. മൈൻഡ് യുവർ ഹെഡ്. അതുപോലെ നമ്മൾ വല്ലാതെ ഇറിറ്റേറ്റഡ് ആകുമ്പോ ചിലപ്പോൾ കുറച്ച് ഹാർഷായിട്ട് എന്റെ കാര്യത്തിൽ തലയൊന്നുണ്ടല്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നു പറയേണ്ടി വരും. How can you say that in English? Mind your own business. Mind your own business. Hope you might have understood. So let's wind up. Take care. Thank you.